പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സമ്മേളനം ആരംഭിക്കുക രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെ. ഈ സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബജറ്റിൽ ജനകീയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. സഭയിൽ ശബരിമല സ്വർണ്ണ കവർച്ച വിഷയമായേക്കും. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിലെ UDF MLA-മാരുടെ സത്യാഗ്രഹം തുടരും. രാഹുൽ മാങ്കുടത്തിൽ MLA-ക്കെതിരായ 3ാം ബലാത്സംഗ കേസിലെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ്. ഇന്ന് വിധി പറയുക പത്തനംതിട്ട സെഷൻസ് കോടതി. ഉത്തരവ് നീട്ടിവെച്ചത് പുതിയ തെളിവുകളുടെ ആധികാരികത പരിശോധിക്കാൻ. ആദ്യ ബലാത്സംഗ കേസിൽ മാങ്കുടത്തിലെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി. റിമാൻഡ് റിപ്പോർട്ടിലെ വാദങ്ങൾ വിചിത്രമെന്ന പ്രതിഭാഗം. കേസിൽ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷിച്ച മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ. കോഴിക്കോട് എലത്തൂരിലെ 26-കാരിയുടെ മരണത്തിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. പ്രതി വൈശാഖനായി 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകും. വൈശാഖൻ പെൺകുട്ടിയെ 16 വയസ്സ് മുതൽ പീഡിപ്പിച്ചതായി കണ്ടെത്തി. പ്രതിക്ക് മേൽ പോക്സോ വകുപ്പ് പ്രകാരവും കേസ്. ഇന്ത്യ ന്യൂസിലാൻഡ് 4ാം T20 ഇന്ന്. മത്സരം രാത്രി 7 മണിക്ക് വിശാഖപട്ടണത്ത്. പരമ്പര പിടിച്ച ആത്മവിശ്വാസത്തിൽ ഇന്ത്യൻ ടീം. ആശ്വാസ ജയം തേടി ന്യൂസിലാൻഡ്. അവസാന മത്സരം 31-ന് കാര്യവട്ടത്ത്.